വെൽക്കം ടു മീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷയുടെ അവസാന ഘട്ടത്തിലാണ് അല്ലേ. വുമൺ പ്രിസണർ ഓഫീസറുടെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറുടെ എക്സാം ആണ് വരുന്ന ശനിയാഴ്ച അല്ലെ, 24-ാം തീയതി. അപ്പം നിങ്ങളൊക്കെ അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ലാസ്റ്റ് അവസാന ഘട്ട മിനുക്ക് പണിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളൊന്ന് നോക്കിയാലോ. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ്. ഇതിൽ എനിക്ക് വിൻ ചെയ്തേ പറ്റൂ എന്നുള്ള ഉറച്ചമായ തീരുമാനത്തോടു കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എത്ര പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? 4242 പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരാളാണ് നിങ്ങൾ. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. സിലബസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിയാലോ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്: അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ അതാരൊക്കെയാണ്? ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ, സിവിൽ തടവുകാർ. ഇതിൽ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഭീകരവാദികളാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെയോ അപകടകാരികളായ തടവുകാർ, പിന്നെയോ തീവ്രവാദികൾ. ഇവരെയും സിവിൽ തടവുകാരെ നമ്മൾ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ? 1, 2, 3. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. ഇപ്പൊ നോക്കാം എന്താണ്. അതീവ സുരക്ഷാ ജയിലുകൾ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആർക്കൊക്കെ വേണ്ടിയാണ്? സമൂഹത്തിനും രാജ്യത്തിനും വലിയ ഭീഷണി ഉയർത്തുന്ന ഭീകരവാദികൾ, തീവ്രവാദികൾ, അതുപോലെ ജയിലിനുള്ളിലോ പുറത്തോ അക്രമങ്ങൾ നടത്താൻ സാധ്യതയുള്ള അപകടകാരികളായ തടവുകാർ എന്നിവരെ പാർപ്പിക്കേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതീവ സുരക്ഷാ ജയിൽ. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത്, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? അതിൽ എന്തൊക്കെ ഓപ്ഷൻസുകളാണുള്ളത്? വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം, അത് ശരിയാണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും, അത് തെറ്റാണ്. അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം, അതും ശരിയാണ്. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ്? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്നുള്ളതാണ് തെറ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അപ്പൊ നിയമപരമായ നിയന്ത്രണങ്ങൾ നമുക്ക് നോക്കാം. എല്ലാ തടവുകാർക്കും പരോൾ എന്നത് ഒരു അവകാശമല്ല. ശിക്ഷാ കാലാവധി, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, ജയിലിനുള്ളിലെ പെരുമാറ്റം എന്നിവ പരിഗണിച്ചാണ് പരോൾ അനുവദിക്കുന്നത്. ഇനി അയോഗ്യതയോ? രാജ്യദ്രോഹ കുറ്റം ചെയ്തവർക്കോ അല്ലെങ്കിൽ ചില പ്രത്യേക ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവർക്കോ പരോൾ ലഭിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അതിനോ ഏതൊരു തടവുകാരനും എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്ത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണത്? അത് വെൽഫെയർ ഓഫീസറാണ് കേട്ടോ. വെൽഫെയർ ഓഫീസർ. ഇപ്പൊ എന്താണ്? തടവുകാരുടെ മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ പുനരധിവാസത്തിന് സഹായിക്കാനും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? വെൽഫെയർ ഓഫീസർ. ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത്, 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? അപ്പൊ അതാരാണ്? അത് ജില്ലാ ജഡ്ജിയാണ് കേട്ടോ. ജില്ലാ ജഡ്ജി. നമുക്ക് നോക്കാം എന്താണ്. 2014 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാലത്തിൽ വിട്ടയക്കുന്നതിനായി ശുപാർശ നൽകുന്നത് ഒരു അഡ്വൈസറി ബോർഡാണ്. ഇതില് ചെയർമാൻ ആരായിരിക്കണം? ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. അംഗങ്ങളോ? ജയിൽ DGP, പോലീസ് DGP, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അല്ലെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രതിനിധി, നിയമവകുപ്പ് സെക്രട്ടറി. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്, അത് ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം
അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അത് ശരിയാണ്. തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും. അത് തെറ്റാണ്. അടുത്തതോ, അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അതും ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 3. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്കതെന്താണ് അതിന്റെ ഫാക്ട്സുകൾ നോക്കാം. 1, സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് തുറന്ന ജയിലുകളിൽ ജോലി ചെയ്യുന്ന തടവുകാർക്ക് ഉയർന്ന ദിവസവേതനം ലഭിക്കാറുണ്ട്. കൃഷി, വ്യവസായം തുടങ്ങിയവയിൽ ഏർപ്പെടുന്നതിനാലാണിത്. ജയിൽ നിയമങ്ങൾ അനുസരിച്ച് ഒരു തടവുകാരന് ലഭിക്കുന്ന വേതനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിർബന്ധമായും അയാളുടെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിലേക്കും മറ്റൊരു ഭാഗം സ്വന്തം ആവശ്യങ്ങൾക്കും മാറ്റിവെക്കേണ്ടതുണ്ട്. ബാക്കി തുക മാത്രമേ കുടുംബത്തിന് അയക്കാൻ സാധിക്കൂ. അടുത്തത്, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് നിയമപ്രകാരം തുറന്ന ജയിലിലെ തടവുകാർക്ക് വർഷത്തിൽ സാധാരണ അവധിക്കപ്പുറം പ്രത്യേക കുടുംബ അവധിക്ക് അർഹതയുണ്ട്. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? അവിടെ വരാത്തത് എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്, അത് സാമൂഹ്യ വകുപ്പ് മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരുന്നതല്ല. സോ അത് തെറ്റാണ്. അടുത്തത്, അത് പാടില്ല. ബാക്കിയോ, ഏതെങ്കിലും ആളെ സമൻസ് ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്, അത് അതിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കാനും ആവശ്യപ്പെടുന്നത്, അതും ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത്, അതും എന്തിന്റെ പരിധിയിൽ വരുന്നതാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരുന്നതാണ്. അപ്പൊ അതിൽ ഏതാണ് വരാത്തത്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്, അത് അവരുടെ പരിധിയിൽ വരുന്നതല്ല. ഓർത്തു വെക്കുക, മനുഷ്യാവകാശ കമ്മീഷന് ഒരാളെ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. അവർക്ക് അന്വേഷണം നടത്താനും സർക്കാരിനോട് ശുപാർശകൾ നൽകാനും മാത്രമേ അധികാരമുള്ളൂ. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി, അയാൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളിൽ പെടാം. ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുന്നതോ ആയ വ്യക്തി, അയാൾക്കും ഈ ഒരു അംഗത്വം എടുക്കാം. പിന്നെയോ, കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി, അവർക്കും എന്തിൽ പെടാം? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാം. ഇനി പെടാത്തത് ആർക്കാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ സാധാരണ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളോ ചെയർപേഴ്സണോ ആണ് ആകുന്നത് സുപ്രീം കോടതിയിൽ. പക്ഷെ ഹൈക്കോടതിയിലത് സംസ്ഥാനം. ഓർത്തോ കേട്ടോ. സംസ്ഥാന കമ്മീഷന്റെ നിയമങ്ങളിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് നിയമത്തിൽ പരാമർശിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1 വർഷം. അതായത് ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ 1 വർഷം കാലാവധി കഴിഞ്ഞ ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടില്ല. ഓർത്തു വെക്കട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ഇതനുസരിച്ച് മനുഷ്യാവകാശ ലംഘനം നടന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ പരാതികൾ സ്വീകരിക്കാനോ അന്വേഷിക്കാനോ കമ്മീഷന് അധികാരമില്ല. കാലപരിധി, മനുഷ്യാവകാശ ലംഘനം നടന്ന തീയതി മുതൽ കൃത്യം 1 വർഷത്തിനുള്ളിൽ പരാതി നൽകിയിരിക്കണം. നിയമം എന്താണ്? 1993 നിയമത്തിലെ സെക്ഷൻ 36(2) ഈ സമയപരിധിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? വളരെ പഴയ സംഭവങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും വസ്തുതകൾ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഈ 1 വർഷത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഏതാണത്? IG. ഓപ്ഷൻ ഡി, IG കേട്ടോ. എന്താണ്? ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്.
ഓർത്തു വെക്കുക, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 27 അനുസരിച്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണങ്ങൾക്കായി സർക്കാർ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകേണ്ടതുണ്ട്. ഇതിന്റെ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകാൻ IG റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറുടെ സേവനം ലഭ്യമാക്കണമെന്ന നിയമം അനുശാസിക്കുന്നു. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്? അത് ആരാണ്? ഓപ്ഷൻ സി, നിയമമന്ത്രി. കേട്ടോ, ഓപ്ഷൻ സി, നിയമമന്ത്രി. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സെക്ഷൻ 22 പ്രകാരം താഴെ പറയുന്നവർ ഉൾപ്പെട്ട സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് ഗവർണർ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അതാരൊക്കെയാണ്? കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്. ഇത്രയും പേര് അടങ്ങിയിരിക്കണം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? എത്ര സമയമാണ്? ഓപ്ഷൻ സി, 48 മണിക്കൂർ. 48 മണിക്കൂറിന്. സാധാരണ എത്രയാണ്? ഒരു മാസം അല്ലെ, 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? മറുപടി നൽകിയാൽ മതി. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്ന് വിവരാവകാശ നിയമം അനുശാസിക്കുന്നു. അടുത്തത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏതാണ്? 5 വർഷം കാലാവധി. ഓപ്ഷൻ രണ്ടാമത്തെ പ്രസ്താവന 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല. 3, പുനർനിയമത്തിന് അർഹനാണ്. ഇതിൽ പുനർനിയമത്തിന് അർഹനല്ല, അത് ഉറപ്പാണ്. പിന്നെയോ, ഒന്നുകിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലെ. അപ്പൊ ഇതിലേതാണോ ആദ്യം വരുന്നത് അതാണ് ആ ഒരു കാലാവധി നിശ്ചയിക്കുന്നത്. അപ്പൊ ഇത് PSC റദ്ദാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? വിവരാവകാശ നിയമപ്രകാരം കമ്മീഷണറുടെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ, ഏതാണോ ആദ്യം വരുന്നത് അതാണ് എന്ത് ചെയ്യുന്നത്? ഇതില് പരിഹരിക്കുന്നത്, കാലാവധി നിശ്ചയിക്കുന്നത്. എന്നാൽ പുനർനിയമത്തിന് ഇവര് അർഹരല്ല. അടുത്തത്, വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? എത്രാമത്തെയാണ്? 19. അനുച്ഛേദം 19. നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) പ്രകാരം ഉറപ്പു നൽകുന്ന വാക്കുകൾക്കും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് വിവരം അറിയാനുള്ള അവകാശത്തെ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? എന്താണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 25,000. പുറത്തു വെക്കുക. വിവരാവകാശ നിയമം RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെ, 2005 സെക്ഷൻ 20(1) പ്രകാരം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ന്യായമായ കാരണങ്ങളില്ലാതെ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ വൈകിപ്പിക്കുകയോ ചെയ്താൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ വിവരം നൽകുന്നത് വരെ ഓരോ ദിവസത്തേക്കും 250 രൂപ വീതമാണ് പിഴ ചുമത്തുന്നത്. പരമാവധിയാണ് 25,000 രൂപ. അടുത്തത്, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്. 1. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ. അത് ശരിയല്ലേ? ശരിയാണ്. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം അതും നമ്മൾ പുറത്തു വിടേണ്ട ആവശ്യമില്ല. പിന്നെയോ,
അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം, അതും ശരിയാണ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങൾ അത് അതിൽ പറയുന്നില്ല. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 1, 2, 3. ഇപ്പൊ എന്താണ്? രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുന്ന വിവരങ്ങൾ, ഇന്ത്യയുടെ സുരക്ഷ, തന്ത്രപരമായ താല്പര്യങ്ങൾ, ശാസ്ത്രീയ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. ഇത് സെക്ഷൻ 81A. ഇനി വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകേണ്ടതില്ല. അത് സെക്ഷൻ 81F. അടുത്തതോ, അന്വേഷണത്തെയോ പ്രോസിക്യൂഷൻ നടപടികളെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, കുറ്റവാളികളെ പിടികൂടുന്നതിനോ അല്ലെങ്കിൽ കേസ് അന്വേഷണത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് സെക്ഷൻ 81H. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? അത് ഏതൊക്കെയാണ്? ഈഗോ, സൂപ്പർ ഈഗോ. ഓപ്ഷൻ സി. ഇപ്പൊ നോക്ക, പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യന്റെ വ്യക്തിത്വം 3 പ്രധാന ഘടകങ്ങൾ ചേർന്നതാണ്. ഇത് ജനനസമയത്തു തന്നെ ഉള്ളതാണ്. പൂർണ്ണമായും അബോധ മനസ്സിൽ പ്രവർത്തിക്കുന്ന ഇത് ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സഫലമാകണം എന്ന് ആഗ്രഹിക്കുന്നു. വിശപ്പ്, ദാഹം, ലൈംഗിക ചോദനകൾ തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് എന്താണ്? ഈഗോ. ഇത് യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുന്നു. ഇതിന്റെ ആവശ്യങ്ങളും ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാക്കാൻ ഈഗോ ശ്രമിക്കുന്നു. ശരിയായ സമയത്തും ശരിയായ രീതിയിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കുന്നു. ഇനി സൂപ്പർ ഈഗോ, ഇത് വ്യക്തിയുടെ ധാർമ്മികതയെയും മനസ്സാക്ഷിയെയും പ്രതിനിധീകരിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനും സാമൂഹ്യ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു. ഈ 3 ഘടകങ്ങളും തമ്മിലുള്ള സന്തുലിത അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും വ്യക്തിത്വത്തെയും നിർണ്ണയിക്കുന്നത്. അടുത്തത്, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? അതേതാണ്? ഓപ്ഷൻ സി, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആരോഗ്യകരവും ശാസ്ത്രീയവുമായ രീതികൾ അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്വസന വിശ്രാന്തി. നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്നു, ഹൃദയമിടിപ്പ് കുറയ്ക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, അബ്രഹാം മസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അത് ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരം കേട്ടോ. ആത്മസാക്ഷാത്കാരം. ഇപ്പൊ എന്താണ്? അബ്രഹാം മാസ്ലോ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഒരു പിരമിഡ് രൂപത്തിൽ 5 തലങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങൾ, സാമൂഹിക ആവശ്യങ്ങൾ, ആത്മവിശ്വാസം, അംഗീകാരം, ആത്മസാക്ഷാത്കാരം. അങ്ങനെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതാണ് ചോദ്യം. ഇതിന്റെ ആൻസറിൽ നമുക്ക് 3 എണ്ണം തന്നിട്ടുണ്ട്. ഭയവും ഉത്കണ്ഠയും ഒന്നു തന്നെയാണ്. അത് തെറ്റാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അത് ശരി. ഭാവിയിൽ സംഭവിക്കാവുന്നതുമായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അപ്പൊ ഏതൊക്കെയാണ് ശരി? ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം അത് ഓപ്ഷൻ ഇതില് ഏതാണ്? 3 മാത്രമുള്ള. അപ്പൊ ഈ ഇതില് അത് വന്നിട്ടില്ല കേട്ടോ. ഭയവും ഉത്കണ്ഠയും ഒന്നല്ല. പിന്നെ എന്താണ്? ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം. അപ്പൊ നമുക്ക് 2, 3 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. കാരണം പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് എന്താണ്? ഭയമാണ്. ഭാവിയിൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത് ആണ് എന്ത്? അതുമായിട്ട് ബന്ധപ്പെടുന്ന ആശങ്കയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഭയം എന്നത് വർത്തമാനകാലത്തെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉത്കണ്ഠയോ ഭാവിയിൽ നടന്നേക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അകാരണമായ പേടിയോ ആശങ്കയോ ആണ്.
നമ്മുടെ മുന്നിലുള്ള വ്യക്തമായ ഒരു അപകടത്തോടോ ഭീഷണിയോടോ ഉള്ള പെട്ടെന്നുള്ള പ്രതികരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭയം എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അപകട സാധ്യതയെക്കുറിച്ച് ഓർത്ത് മനസ്സ് അസ്വസ്ഥമാകുന്ന അവസ്ഥയാണ് എന്ത്? ഉത്കണ്ഠ. അടുത്തത് ഹൊവാർഡ് ഗാർഡ്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വ്യക്തിഗ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? അതിന്റെ ആൻസർ എന്താണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മിന്റ് നിങ്ങൾക്ക് എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ബെവ്കോ LDC ആണെങ്കിലും നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, SBCID, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാത്തിൻ്റെയും പ്രിലിംസും മെയിൻസിനും സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഗവൺമെന്റ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അവസരം മിസ് ഔട്ട് ചെയ്യരുത്. അപ്പം നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് ഫീൽ ഡിഡക്ഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനും ലഭിക്കുന്നതാണ്.